താളമേളങ്ങളുടെയും പടയണിപ്പാട്ടുകളുടെയും പ്രകൃതിയുടെ വർണ്ണവിസ്മയങ്ങളുടെയും ഇഴുകിച്ചേരലിൻ്റെ നിറക്കൂട്ടാണ് നീലമ്പേരൂർ പൂരം പടയണി. പ്രിയ കൂട്ടുകാരെ, AKN വ്ലോഗിൻ്റെ 8ാമത്തെ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് 2023 പൂരം പടയണിയുടെ 8ാം ദിവസത്തിൽ നടന്ന വർണ്ണമനോഹരമായ കുടനൃത്തിനെ കുറിച്ചാണ്. നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിന് ഏകദേശം 1700ഓളം വർഷം പഴക്കം ഉണ്ട് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. BC 176 മുതൽ AD 1024 വരെ കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാക്കന്മാരിൽ 43ാമനായ പള്ളിവാണ പെരുമാൾ നീലമ്പേരൂർ ഗ്രാമത്തിൽ എത്തിച്ചേരുകയും ഈ ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗിയിൽ ആകൃഷ്ടനായി ഈ പുണ്യഭൂമിയിൽ താമസിച്ച് ഭരണം നടത്തി എന്നും കരുതപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പരദേവതയായ പെരിഞ്ഞനത്ത് പള്ളിയിൽ ഭഗവതിയെ നീലമ്പേരൂരിൽ കൊണ്ടുവന്നു എന്നും കരുതപ്പെടുന്നു. നീലമ്പേരൂർ പൂരം പടയണി ഒരേ സമയം ദേശത്തിൻ്റെ നാഥയായ പള്ളി ഭഗവതിയോടും പ്രകൃതിയോടുമുള്ള ഒരു ആരാധനയായി കരുതി വരുന്നു. നീലമ്പേരൂർ എന്ന ഗ്രാമത്തിലെ ജനതയുടെ ആത്മസമർപ്പണം കൂടിയാണിത്. ശ്രീകോവിലിൽ നിന്നും പകർന്നു ലഭിക്കുന്ന അഗ്നിയിൽ നിന്നും രൂപപ്പെടുത്തുന്ന തീക്കുണ്ടത്തിന് ചുറ്റുമായി ദേശക്കാർ വൃത്താകൃതിയിൽ നിന്ന് ഇലത്താളത്തിൻ്റെയും കൈത്താളത്തിൻ്റെയും അകമ്പടിയോടെ കുടംപൂജകളി നടത്തുന്നു. ഇതോടുകൂടി കുടനൃത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയായി. കൃത്യമായ ഇടവേളകളിൽ ഇറങ്ങിക്കളികൾ നടത്തിയും താളലയത്തോടുകൂടിയ പാട്ടുകൾ പാടിയും അതിമനോഹരമാണ് ഈ കാഴ്ച കണ്ടു നിൽക്കാൻ. മതിന്മേൽ കൊണ്ടിരുത്തി മതിന്മേൽ കൊണ്ടിരുത്തി സൽക്കാരാദികൾ ചെയ്തൊരു ശേഷം സൽക്കാരാദികൾ ചെയ്തൊരു ശേഷം പാദപ്രാണനമാശു കഴിച്ച് പാദപ്രാണനമാശു കഴിച്ച് പൂറത്തുണിയെ ചെന്നു പിടിച്ച് പൂറത്തുണിയെ ചെന്നു പിടിച്ച് കെട്ടുമഴിച്ചങ്ങവലതുവാരി കെട്ടുമഴിച്ചങ്ങവലതുവാരി വാരിയ അവല്
ഭുജിച്ചു മുകുന്ദൻ വാരിയ അവല് ഭുജിച്ചു മുകുന്ദൻ പിന്നെയും അങ്ങു ഭുജിപ്പതിനായി പിന്നെയും അങ്ങു ഭുജിപ്പതിനായി അവലതു മുഷ്ടിയിലാക്കിയ നേരം അവലതു മുഷ്ടിയിലാക്കിയ നേരം ഓടി അണഞ്ഞതു രുക്മിണി ദേവി ഓടി അണഞ്ഞതു രുക്മിണി ദേവി കഷ്ടമിതെന്നു പറഞ്ഞു കരത്തെ പെട്ടെന്നാശു പിടിച്ചു വിലക്കി പെട്ടെന്നാശു പിടിച്ചു വിലക്കി കുടംപൂജ കളിക്ക് ശേഷം ക്ഷേത്ര ഭാരവാഹി ഭഗവതിയോടും പള്ളിവാണ പെരുമാളിനോടും പടയണി നടത്താനുള്ള അനുജ്ഞ വാങ്ങുന്ന ചടങ്ങാണ് അടുത്തത്. അനുജ്ഞ വാങ്ങിയതിനു ശേഷം ദേശക്കാർ ഒന്നടങ്കം ഹുയ്യോ കൂക്കു എന്നീ ആർപ്പുവിളിയോടെ തോത്തോ കളി ആരംഭിക്കുന്നു.
പിന്നീട് ഈ താളം കൊട്ടിമുറുകി പൂരം പടയണിയുടെ തനതു താളമായ വെല്ലിന്നം വന്നട തേയ്ക്കത്തിന്തകം എന്ന താളത്തിലേക്ക് കയറുന്നു. പിന്നീട് ഈ താളം കൊട്ടിമുറുകി പൂരം പടയണിയുടെ തനതു താളമായ വെല്ലിന്നം വന്നട തേയ്ക്കത്തിന്തകം എന്ന താളത്തിലേക്ക് കയറുന്നു. പിന്നീട് പാറാവളയവും ചെത്തിപ്പൂവും കൊണ്ട് തീർത്ത ഓരോരോ കുടകൾ അമ്മയുടെ തിരുനടയിലേക്ക് പാട്ടും മേളവുമായി ഒഴുകി വരുന്ന കാഴ്ച തികച്ചും മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു കാഴ്ച. പിന്നീട് പാറാവളയവും ചെത്തിപ്പൂവും കൊണ്ട് തീർത്ത ഓരോരോ കുടകൾ അമ്മയുടെ തിരുനടയിലേക്ക് പാട്ടും മേളവുമായി ഒഴുകി വരുന്ന കാഴ്ച തികച്ചും മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ്. ഒടുവിൽ അന്നുവരെയുള്ള എല്ലാ കലാരൂപങ്ങളും തിരുനടയിൽ എത്തുന്നതോടുകൂടി കുടനിർത്ത് സമാപിക്കുന്നു. ഇനി 4 നാളുകൾ കഴിഞ്ഞാൽ പ്ലാവില നിർത്തും. ഈ വരുന്ന ഞായറാഴ്ച അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇനി വരുന്ന ബ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. പ്രിയ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.